എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാത്തിരുന്ന വിജ്ഞാപനം വന്നിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേസിൽ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് റെയിൽവേസിൽ നിന്നാണ് റിക്രൂട്ട്മെൻറ്റ് വന്നേക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് ഉള്ള RRB ഉൾപ്പെടെയുള്ള വേക്കൻസി ഉണ്ട്. കേരളത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. റിക്രൂട്ട്മെൻറ്റ് ഓഫ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റിക്രൂട്ട്മെൻറ്റ്. ഓൾ ഇന്ത്യ നല്ലൊരു വേക്കൻസിയാണ്. ഏകദേശം 11,127 ഓൾ ഇന്ത്യ ഓൾ RRB വേസ് വേക്കൻസിയാണ്. 19,900 മുതൽ ഇനിഷ്യൽ പേ കിട്ടുന്ന A1 ലെവൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത്, അതായത് നമ്മുടെ ആർമി ലെവൽ മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് ഇതിൻ്റെ ലോക്കോ പൈലറ്റിന് വേണ്ടത്. അതുപോലെ തന്നെ 18 to 30 വയസ്സ് വരെയുള്ള ജനറൽക്കാർക്കും 33 വരെ OBC, 35 വരെ SC ST-കാർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ വിജ്ഞാപനമാണ് ഇപ്പോൾ റിലീസായിരിക്കുന്നത്. 11,000 വേക്കൻസിയാണ് നിങ്ങളെ ഈ റിക്രൂട്ട്മെൻറ്റ് കാത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് ജനറൽ കാൻഡിഡേറ്റ്സ് 2/7/1996 മുതലുള്ളവർക്കും, OBCക്ക് 2/7/1993 തൊട്ടുള്ളവർക്കും, SC STക്ക് 2/7/1991 വരെ തുടങ്ങുന്ന കാൻഡിഡേറ്റ്സിന് വരെ അപ്ലൈ ചെയ്യാം. 1/7/2008 ഏജ് ലിമിറ്റിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഇതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഫീസുണ്ട്. 500 രൂപയാണ് ഫീസ് ഉള്ളത്. പക്ഷേ പേടിക്കേണ്ട, ഈ 500 രൂപയിൽ 400 രൂപ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. ആഫ്റ്റർ CBT 1ൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഫസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് റീഫണ്ട് കിട്ടും. ഗേൾസിനും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ അത്തരത്തിലുള്ള കാൻഡിഡേറ്റ്സ്, SC ST എക്സ് സർവീസ്മാൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റ്സിനൊക്കെ 250 രൂപയെ ഫീസുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ച് വലുതാണ്. ആദ്യം നിങ്ങൾക്കൊരു CBT 1 എന്ന് പറയുന്നൊരു എക്സാം ഉണ്ടാവും. അത് 60 മിനിറ്റ്, 75 മാക്സിമം മാർക്ക്, 75 ക്വസ്റ്റ്യൻസ്, 1 മാർക്ക്, 1 ക്വസ്റ്റ്യന് നെഗറ്റീവ് മാർക്കിംഗ് എല്ലാം ഉണ്ട്. ഈ എക്സാം ക്വാളിഫൈ ആവുന്നവർക്ക് CBT 2 ഉണ്ട്. CBT 2 സൈക്കോളജിക്കൽ ടെസ്റ്റ്, പിന്നെ മെഡിക്കൽ ടെസ്റ്റ്, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, ഇങ്ങനെയാണ് വരുന്നത്. ഈ CBT 2ൻ്റെ കട്ട് ഓഫാണ് അവർ പരിഗണിക്കുന്നത് ലാസ്റ്റായിട്ട്. CBT 2 175 ക്വസ്റ്റ്യൻസ്, 175 മാർക്സ് ആണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് വരുന്നത്. 2 മണിക്കൂർ 30 മിനിറ്റ് സമയം. CBTയിൽ 2 പാർട്ടുണ്ട്. 2 പാർട്ട്, അതിൽ പാർട്ട് A എന്ന് പറയുന്നത് സെയിം ഓഫ് പാർട്ട് CBT 1 ആണ്. നമ്മൾ നോർമൽ SSCയുടെ സിലബസ് വരും. പാർട്ട് B എന്ന് പറയുമ്പോൾ അതിനകത്ത് 75 ക്വസ്റ്റ്യൻ ട്രേഡ് വൈസ് ആണ്. ഓക്കെ, ട്രേഡ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇനി ആർക്കാണ് ഇത് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ITI, പോളി, BTech എന്നിവർക്കാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ആവാൻ പറ്റുക. അത് തന്നെ ITIയിൽ വരുന്നത് ട്രേഡുകൾ ഇവിടെ ഒട്ടുമിക്ക ട്രേഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ട്രേഡ് വൈസുള്ള മിക്ക ട്രേഡുകാർക്കും ITIയിൽ ഇത് അപ്ലൈ ചെയ്യാം, ലോക്കോ പൈലറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ITI ഇല്ലാത്തവർക്ക് പോളിടെക്നിക്കിലെ 3 സ്ട്രീം പറ്റും. ഒന്ന് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ. ഈ 3 സ്ട്രീമിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റുന്ന റിക്രൂട്ട്മെൻറ്റാണ് ലോക്കോ പൈലറ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ്. ഓക്കെ, ഇനി ഇതേ സ്ട്രീമിൽ BTech ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. BTech, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇത്രയും പേർക്കാണ്. പിന്നെ ITI എനി ട്രേഡ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒട്ടുമിക്ക ട്രേഡും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കൊടുക്കാം, അങ്ങനെയുള്ളവർക്കെല്ലാം. പിന്നെ റെയിൽവേയിൽ അപ്രൻറ്റിഷിപ്പ് ചെയ്തവർക്കൊക്കെ വെയിറ്റേജ് കിട്ടുന്ന റിക്രൂട്ട്മെൻറ്റും കൂടാണ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വഴി നമ്മുടെ ചാനൽ വഴി തന്നെ ഉടനടി ഇടുന്നതാണ്. ഈ വേക്കൻസി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.